സുബ്ഹാനല്ലാഹ്, എൻ്റെ ഈ ഫോണ് തുറന്നാൽ അതിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയും ഒരു ചിത്രം. ആ ക്ലിപ്പ് ഞാൻ കണ്ടപ്പോൾ, അത് കണ്ടത് ഞാൻ UAE-യിൽ നിന്നാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. എന്താണ് കാരണം? ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ ഇടിക്കുകയാണ്. തലക്കും മുഖത്തുമൊക്കെ ഇടിക്കുകയാണ്. ഇടി ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പെൺകുട്ടി നിലവിളിക്കുന്നു, ആരും ഇല്ല. സുബ്ഹാനല്ലാഹ്. പിന്നെയോ ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ മുഖത്തും അതേപോലെ തലയിലുമൊക്കെ ഇങ്ങനെ ഊന്നിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും അതാ നന്നായിട്ട് ഇടിക്കുകയാണ്. അങ്ങനെ കുറെ ചെയ്തപ്പോൾ ഈ പെണ്ണ് നിലത്ത് വീട് അല്ലാഹ് 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 ഇങ്ങനെ പറയുന്നുണ്ട്. അത് കണ്ടിങ്ങനെ എനിക്കിത് കണ്ടിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. പിന്നെ കാണുന്നത് ആ പെൺകുട്ടിയുടെ 2 കാലും പിണച്ചു വെച്ചിട്ട് ഇവൻ ഒരു തുണിക്കഷ്ണം കൊണ്ടോ മറ്റോ ചുറ്റിക്കെട്ടുകയാണ്. ഇതൊക്കെ കൂടി ഈ പെണ്ണിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പോ എനിക്ക് അന്നത്തെ ദിവസം ഉറക്കം തന്നെ വന്നില്ല. പക്ഷേ അത് ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട്. ആ ക്ലിപ്പിന്റെ കൂടെ എഴുതി വെച്ചത് എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാരെ വിട്ടിട്ട് അതാ പ്രണയിച്ചുകൊണ്ട് വിവാഹത്തിന് വേണ്ടി വന്ന ചെറുപ്പക്കാരൻ. അതിലൊരു വാചകം കൂടിയുണ്ട്. ആ ചെറുപ്പക്കാരൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനുമല്ല. ഏത് സമുദായത്തിൽപ്പെട്ടവനാണെങ്കിലും പെൺകുട്ടികളെ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ വരുന്നവൻ ചതിയനാണ്. പെട്ടുപോകണ്ട. ഈ പെൺകുട്ടി അക്രമം മുഴുവനും ചെയ്യാൻ അവനെന്തേ ധൈര്യം? കാരണം ചോദിക്കാൻ ബാപ്പയില്ല, ഉമ്മയില്ല, അമ്മാമനില്ല, ബാപ്പന്റെ അനുജനില്ല, ജ്യേഷ്ഠനില്ല, കുടുംബക്കാരില്ല, കമ്മറ്റിക്കാരില്ല, ഒരാളും ഇല്ല. കാരണം ഇവളെല്ലാരെയും വിട്ടു ഓടിപ്പോയ പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെ ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തിയ ചെറുപ്പക്കാരൻ ചെയ്യുന്ന ക്രൂരമായ മർദ്ദനം കണ്ടപ്പോ മനസ്സ് പൊട്ടിപ്പോയി. എൻ്റെ യുവതികളെ, ചെറുപ്പക്കാരികളെ, വയൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, 10ഉം 25ഉം കൊല്ലം തീറ്റിപ്പോറ്റിയ ബാപ്പ, എല്ലാ ചികിത്സയും തന്ന ബാപ്പ, ആശുപത്രിയിൽ വെച്ച് കൊതുവിന്റെ കടികൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് കാവല് നിന്ന ബാപ്പയും ഉമ്മയും. സുബ്ഹാനല്ലാഹ്.